എല്ലാവർക്കും കോസ്മിക് വോയിസിന്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പലരും വിശ്വസിക്കുന്ന എന്നാൽ വ്യക്തമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. അതായത് വിഷയം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി ജീവിതത്തെ ബാധിക്കുക. ചില സ്ഥലങ്ങളിൽ പോയാൽ മനസ്സിന് നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ തോന്നാറുണ്ട്. ചില ആളുകളെ കണ്ടാൽ തന്നെ മനസ്സ് ക്ഷീണിക്കുന്ന പോലെ തോന്നാറുണ്ട്. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഒന്നും ശരിയാകാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. പലരും ഇതിനെ നെഗറ്റീവ് എനർജി എന്ന് വിളിക്കും. പക്ഷെ ശരിക്കും അങ്ങനെ ഒന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥ മാത്രമാണ്. ആദ്യം നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. മനുഷ്യന്റെ മനസ്സ് വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ ചുറ്റുപാടിൽ നിന്ന് എനർജി സ്വീകരിക്കുകയും ആളുകളുടെ വാക്കുകൾ കേൾക്കുകയും പെരുമാറ്റം, ചിന്തകൾ ഇവ എല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ചില ആളുകളോടൊപ്പം ഇരിക്കുമ്പോൾ സന്തോഷം ഫീൽ ചെയ്യുന്നത്. ചിലരോടൊപ്പം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ക്ഷീണിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പകരുന്നത് നെഗറ്റീവ് തോട്ട്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോഷ്യൽ മീഡിയ, സ്ട്രെസ്, കമ്പാരിസൺ, ടോക്സിക് റിലേഷൻഷിപ്പുകൾ ഇവ പതുക്കെ മനുഷ്യരുടെ മനസ്സിൽ നെഗറ്റിവിറ്റി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പലരും പുറത്തേക്ക് ചിരിക്കുമ്പോഴും ഉള്ളിൽ തകർന്നവരാണ്. നെഗറ്റീവ് എനർജി എന്നത് എല്ലായ്പ്പോഴും ആത്മീയമായ കാര്യമാവണമെന്നില്ല. ചിലപ്പോൾ അതൊരു പക്ഷെ നെഗറ്റീവ് മൈൻഡ് സെറ്റും ആവാം. എപ്പോഴും ഭയം, സംശയം, ഓവർ തിങ്കിങ്, സ്വയം വിശ്വസിക്കാത്ത അവസ്ഥ ഇവ മനുഷ്യന്റെ ജീവിതത്തെ പതുക്കെ ബാധിക്കുകയും ചെയ്യും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദിവസവും എനിക്കൊന്നും ശരിയാകില്ല എന്ന് ചിന്തിച്ചാൽ അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കാൻ തുടങ്ങും. കോൺഫിഡൻസ് കുറയാൻ തുടങ്ങും. ഡിസിഷൻ എടുക്കാൻ ഭയം തോന്നും. ചെറിയ പ്രശ്നങ്ങളും വലിയതായി തോന്നും. അതാണ് നെഗറ്റീവ് എനർജിയുടെ യഥാർത്ഥത്തിലുള്ള ശക്തി. പല ആത്മീയ വിശ്വാസങ്ങളിലും പറയുന്നത് മനുഷ്യരുടെ ചിന്തകൾക്കും ഒരു എനർജി ഉണ്ടെന്നാണ്. അതായത് പോസിറ്റീവ് തോട്ട്സ് പോസിറ്റീവ് എനർജി ആകർഷിക്കും. അതായത് ശുഭചിന്തകൾ ശുഭ കാര്യങ്ങളെ ആകർഷിക്കുകയും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, നമ്മുടെ മൈൻഡിൽ വരുന്ന നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് എനർജി ആകർഷിക്കും. അതുകൊണ്ടാണ് പല ആളുകളും മെഡിറ്റേഷൻ ചെയ്യുകയും പ്രാർത്ഥനകൾ നടത്തുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നിവയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് വെറും ആചാരങ്ങൾ മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കാനുള്ള കുറെ വഴികളാണ്. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവാം. നെഗറ്റീവ് എനർജിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? ആദ്യം നെഗറ്റീവ് ആളുകളിൽ നിന്നും നമ്മൾ അകലം പാലിക്കുക. എപ്പോഴും നിങ്ങളെ ഡൗൺ ആക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ തരം താഴ്ത്തുന്നു. അത് നിങ്ങളുടെ ചിന്തകളെ വളരെ മോശമായി ഇല്ലാതാക്കുന്ന ആളുകളിൽ നിന്ന്, നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന അങ്ങനത്തെ ആളുകൾ, അവരിൽ നിന്നും ഒരു അകലം പാലിക്കുക. എപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ പതുക്കെ നിങ്ങളുടെ മെന്റൽ എനർജി പോലും ഡ്രെയിൻ ചെയ്യും. നമ്മളത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അങ്ങനത്തെ ആളുകളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഒരു അകലം എപ്പോഴും പാലിക്കണം. രണ്ടാമതായി, സ്വന്തം ചിന്തകളെ ശ്രദ്ധിക്കുക. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളല്ല, നമ്മുടെ തന്നെ സ്വന്തം ചിന്തകളാണ്. നിങ്ങൾ സ്വയം ദിവസവും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അതിനെ സത്യമായി തന്നെ വിശ്വസിക്കും. പ്രാർത്ഥനയുടെയും സൈലൻസിന്റെയും ശക്തിയെക്കുറിച്ച് പറയണം. ചിലപ്പോൾ ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലും മനസ്സിന് വലിയ സമാധാനം നൽകും. അതുപോലെ പ്രകൃതി, മഴ, ആകാശം, നക്ഷത്രങ്ങൾ, കടൽ ഇവ മനുഷ്യന്റെ മനസ്സിൽ പോസിറ്റിവിറ്റി, അതായത് ഒരു ശുഭമായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആളുകൾ പ്രകൃതിയോട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, നെഗറ്റീവ് എനർജിയേക്കാൾ ശക്തമാണ് പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം, അതായത് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, നിരാശകൾ വരും, ആളുകൾ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും. പക്ഷെ അതെല്ലാം നമ്മുടെ ഉള്ളിലെ വെളിച്ചം അണയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്റെ അഭിപ്രായത്തിൽ എനർജി എന്നത് നമ്മുടെ മനസ്സുമായി വളരെ ബന്ധപ്പെട്ട ഒന്നാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ആരോടൊപ്പം സമയം ചെലവഴിക്കുന്നു, എന്താണ് ദിവസവും കേൾക്കുന്നത്, ഇവ എല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ എനർജിയെ സ്വാധീനിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ശുഭചിന്തകളുടെ വരുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. നല്ല ആളുകളെ തിരഞ്ഞെടുക്കുക, നല്ല ചിന്തകൾ തിരഞ്ഞെടുക്കുക.
സ്വന്തം മനസ്സിനെ സംരക്ഷിക്കാൻ പഠിക്കുക. കാരണം സമാധാനമുള്ള മനസ്സാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി. അവസാനമായി പറയാനുള്ളത് എനിക്ക് ഇതാണ്: നെഗറ്റീവ് എനർജി ജീവിതത്തെ ബാധിക്കാം, പക്ഷെ അതിനേക്കാൾ വലിയ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് പ്രകാശം ഉള്ള ഒരു സ്ഥലത്ത് ഇരുട്ട് അധിക നേരം നിലനിൽക്കാറില്ല. അതിനാൽ വിശ്വാസത്തോടെയും പോസിറ്റീവ് മനസ്സോടുകൂടിയും ശുഭചിന്തയോടുകൂടിയും മുന്നോട്ട് തന്നെ എല്ലാവരും സഞ്ചരിക്കുക. ഇന്നത്തെ വിഷയം ഇവിടെ നമ്മൾ നിർത്താണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോ മോട്ടിവേഷണൽ ടോക്സ് കോസ്മിക് വോയ്സ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. നന്ദി, നമസ്കാരം.